നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കൂ. അവിടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല. അതിനു മുമ്പേ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കം തെരുവിലെത്തിക്കഴിഞ്ഞു. അവിടെ രണ്ടുപേരുടെ പേരുകൾ കേൾക്കുന്നു. ഒന്ന് ഇപ്പോഴത്തെ DCC പ്രസിഡന്റായ VS ജോയി, രണ്ടാമത്തേത് ആര്യാടൻ ഷൗക്കത്ത്. രണ്ടുപേരും നല്ല മിടുക്കന്മാരാ, ചെറുപ്പക്കാരാ, മത്സരിപ്പിക്കാൻ കൊള്ളുന്നതാണ്. ആര്യാടൻ ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട്, ഷൗക്കത്ത് ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ അത് തോറ്റുപോയി. അന്നത്തെ രാഷ്ട്രീയം വേറെയായിരുന്നു. അതുപോലെ VS ജോയി കേരളത്തിലെ ഏറ്റവും മികച്ച 2-3 DCC പ്രസിഡന്റുമാരിൽ ഒരാളായിട്ട് ഗണിക്കപ്പെടുന്ന ആളാണ് ജോയി. ചെറുപ്പക്കാരനാണ്. ഷൗക്കത്തും ചെറുപ്പക്കാരനാണ്. ഷൗക്കത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിന് അതീതമായിട്ട് ഒരു സാംസ്കാരിക രംഗത്തെ ഒരു സാന്നിധ്യം കൂടിയാണ്. ചലച്ചിത്ര നിർമ്മാതാവാണ്. എഴുതും, വായിക്കും, പ്രസംഗിക്കും. മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിയുടെ പൈതൃകം, അതിന്റെ പിന്തുടർച്ചക്കാരനാണ്. ഏത് തരത്തിൽ നോക്കിയാലും രണ്ടുപേരെയും നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ സാധിക്കും. ഒരു തീരുമാനമെടുത്താൽ പോരെ? കോൺഗ്രസ് നേതൃത്വത്തിന് അതൊരു കഴിവില്ലേ? ഒന്നാമത്തെ കാര്യം, ഇപ്പോഴേ ചർച്ച തുടങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് തുടങ്ങി വെച്ചത് PV അൻവറാ. അതേ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടാ പോയത്. അദ്ദേഹത്തിന് എന്താ ഇവിടെ കാര്യം? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ PV അൻവറിന് എന്താണ് പ്രത്യേക റോള്? ഘടകകക്ഷികളോടൊക്കെ ചോദിക്കുന്നത് മനസ്സിലാക്കാം. എന്നാലും മുസ്ലിം ലീഗിന്റെ സമ്മതമൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ധാരാളം മുസ്ലിം വോട്ടുകളുള്ളതാണ്. ലീഗിന് സാന്നിധ്യമുണ്ട്. പക്ഷെ അവരുടെ അനുവാദവും അംഗീകാരവും വേണ്ട. അവരോട് ചോദിക്കാം, അവരുടെ അഭിപ്രായം അറിയാം. പക്ഷെ PV അൻവറിന് എന്താണ് അവിടെ കാര്യം? അദ്ദേഹം നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഇന്നലെ അദ്ദേഹം AP അനിൽകുമാർ, ഈ നിലമ്പൂരിന്റെ ചുമതലയുള്ള ആളാ, കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുന്നു. അവിടെ അദ്ദേഹം VS ജോയിക്ക് വേണ്ടി വാദിക്കുന്നു. അദ്ദേഹമാകണം സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹം 2 തവണ, അൻവർ 2 തവണ നിലമ്പൂരിൽ ജയിച്ച ആളാ. പക്ഷെ കഴിഞ്ഞ തവണ 2700 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉള്ളത്. CPM-ന്റെ വോട്ട് കൊണ്ട് ജയിച്ച ആളാ. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രാഭവത്തിൽ ജയിച്ചൊന്നുമല്ല. എന്തിനാണ് നിങ്ങൾ PV അൻവറിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന്? അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ആണെന്ന് പറയുന്നു. അത് ശരിയോ തെറ്റോ? തൃണമൂൽ കോൺഗ്രസ്, അതിന്റെ കേന്ദ്ര നേതൃത്വം അത് അംഗീകരിച്ചതായിട്ട് നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അത് ശരിയായിരിക്കാം, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലായിരിക്കാം, ആയിക്കൊള്ളട്ടെ. പക്ഷെ ഈ തൃണമൂൽ കോൺഗ്രസ് UDF-ലെ ഒരു ഘടകകക്ഷിയാണോ ഇപ്പോൾ? അല്ലെങ്കിൽ എന്താണ്, അല്ലെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് PV അൻവർ ധൈര്യപ്പെടുന്നത്? അതൊരു ചോദ്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയരാവുന്ന ചോദ്യമാണ്. അത് മനസ്സിലാക്കുന്നുണ്ടോ? അൻവറിനെ ഇങ്ങനെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടോ? ആത്മപരിശോധന വേണം ഇക്കാര്യത്തിൽ. UDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതുവരെ PV അൻവർ ഇനി സൈലന്റ് മോഡിലായിരിക്കുമെന്ന്, മിണ്ടുകയല്ലെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതാ. മാധ്യമങ്ങൾ സഹകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകൾ കിട്ടിയില്ലേ വലിയ ബുദ്ധിമുട്ടാണല്ലോ. തൽക്കാലം കിട്ടത്തില്ല, അതുകൊണ്ടൊന്ന് സഹകരിക്കണേ എന്ന്. ഇത്തരത്തിലുള്ള തള്ളുകൾ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് അൻവറിന് മനസ്സിലാകുമോ മനസ്സിലാക്കാതിരിക്കുമോ? പക്ഷെ കോൺഗ്രസ് നേതാക്കൾ അത് തിരിച്ചറിയണം. നിലമ്പൂർ മണ്ഡലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ആര്യാടൻ മുഹമ്മദിന്റെ മണ്ഡലമാ. ആര്യാടന് ഒരു പ്രത്യേകതയുണ്ട്. അത് CPM-നെയും മുസ്ലിം വിഭാഗത്തിലെ മതവാദികളെയും വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ എഴുന്നേറ്റ് നിന്ന, തല ഉയർത്തിപ്പിടിച്ചു നിന്ന ഒരു നേതാവാണ്. ആ ലെഗസി, ആര്യാടൻ മുഹമ്മദിന്റെ പൈതൃകം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നിലമ്പൂരിലുമുണ്ട്, നിലമ്പൂരിന്റെ പുറത്തുമുണ്ട്. അവരാണ് ഷൗക്കത്തിനെതിരെ ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. VS ജോയിയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കണം. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ആര്യാടൻ ഷൗക്കത്തിനെ ബലഹീനമാക്കിക്കൊണ്ടാവരുത്. അതുവഴി ആര്യാടൻ മുഹമ്മദിന്റെ ലെഗസി ഇല്ലാതാക്കിക്കൊണ്ടാവരുത്. അതിന് ശ്രമിക്കുന്നവരെ പ്രീണിപ്പിക്കുന്ന രീതിയിൽ ആവരുത്. അതാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ KPCC നേതൃത്വം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കങ്ങനെ ആര്യാടൻ മുഹമ്മദിന്റെ ലെഗസിയെ തള്ളിപ്പറയാൻ സാധിക്കില്ല.